അമ്പിളി, അമ്പിളി ഒന്ന് കാണുമായിരുന്നു. മാപ്പ് അതർഹിക്കുന്നില്ലെന്നറിയാം, എന്നാലും പൊറുക്കണം. ഞാനൊരു വിവരമില്ലാത്തവന്, പഠിത്തവും കുറവ്, വകതിരിവുമില്ല. കുഞ്ഞുനാളിലെ ജന്മിയായതല്ലേ, അതിന്റെ അഹങ്കാരമാ. അമ്പിളി എന്റെ കണ്ണു തുറപ്പിച്ചു. അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല. മരിക്കാൻ നേരത്തെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തത്ര സ്വത്ത് നിന്നെ ഏൽപ്പിക്കുക, നശിപ്പിക്കരുത്, എല്ലാത്തിനും ഒരു കണക്ക് വേണമെന്ന്. അന്ന് മുതൽ എഴുതാൻ തുടങ്ങിയ കണക്കാ. അവസാനം ജീവിതത്തിന്റെ കണക്ക് എഴുതിയപ്പോ തെറ്റിപ്പോയി. എന്റെ ആഗ്രഹം ഉള്ളിൽ മാത്രം ഒതുക്കിയത് തെറ്റ്. പറയാനൊട്ട് ധൈര്യം ഉണ്ടായില്ല. ഇപ്പൊ ബോധ്യായി എല്ലാം എന്റെ അത്യാഗ്രഹമായിരുന്നു. ഞാൻ കാരണം അമ്പിളിയുടെ ഭാവി നശിക്കരുത്. അമ്പിളിക്ക് ഡോക്ടർ രാജീവൻ തന്നെ യോജിച്ചത്. ആ കല്യാണം നടക്കണം. അമ്പിളി സമ്മതിക്കണം. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. ദേ, അമ്പിളി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്ത് കൽപ്പിച്ചാൽ അനുസരിക്കുന്നു. ഇത് അപേക്ഷയല്ല, കൽപ്പനയാ. ഇതിനകത്ത് ഞാൻ അമ്പിളിക്ക് വേണ്ടി വാങ്ങിവെച്ച സമ്മാനങ്ങളാ. ഇത് അപ്പൂട്ടിന്റെ മനസ്സാ, ഹൃദയമാ. എല്ലാം സ്വീകരിക്കണം. എന്റെ വിവാഹ സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി. അപ്പൂട്ടൻസ് ക്ലിനിക്കിന്റെ താക്കോല തുറന്നു പ്രവർത്തിക്കണം. അതും അമ്പിളിക്കുള്ളതാ. അപ്പൂട്ടൻ ഇനി ഒന്നിലും കൈകടത്തില്ല. പേര് മാത്രം മാറ്റുന്നത്. അങ്ങനൊരു മോഹമുണ്ട് ഇപ്പോഴും. കൂടുതലൊന്നും പറയാനില്ല. എന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നും. പോട്ടെ. പിന്നെ ഇനി ഒരു കണക്കും കുറിച്ചിട്ടില്ല.